ഷാനവാസിന്റെ ഗെയിം ഡൗൺ ആകാൻ, ഷാനവാസ് പതറിപ്പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? ഒന്നാമത്തെ കാര്യം ആദില നൂറയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം ഈ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ആദില നൂറെ ജസ്റ്റ് ഒന്ന് പരിചയത്തിൽ വെച്ച് അത്ര ഒരു കണക്ഷൻ മാത്രമേ ഷാനവാസിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലക്ഷ്മി ഒരു സംഭവം ആദില നൂറയ്ക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. ആ സംഭവം വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ ചർച്ചയായി, പുറത്തൊക്കെ വലിയ വിഷയമായി. ആ സമയത്ത് ഷാനവാസ് മനസ്സിലാക്കിയായിരുന്നു ആദില നൂറയ്ക്ക് പുറത്ത് സപ്പോർട്ടുണ്ട്, ലക്ഷ്മിക്ക് എതിരാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് മസ്താനിയും ലക്ഷ്മിയും ഉണ്ടായിരുന്ന സമയത്ത് മസ്താനിയുടെയും ലക്ഷ്മിയുടെയും തെറ്റുകൾക്കെതിരെ ലാലേട്ടൻ പറയുകയും പ്രേക്ഷകർ അവരുടെ ഒപ്പീനിയൻ എന്താന്ന് ലാലേട്ടൻ അറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഷാനവാസിന്റെ മൈൻഡിൽ ഗെയിം മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഷാനവാസിന്റെ ഗെയിം മൈൻഡിൽ മനസ്സിലാക്കി ആദില നൂറയ്ക്ക് പുറത്ത് സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് മസ്താനി ഇപ്പോൾ എവിക്റ്റ് ആയതും ലക്ഷ്മിയെ മോഹൻലാൽ വഴക്കു പറഞ്ഞതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം ആദില നൂറയുടെ ഒപ്പം ചേർന്ന് കളിക്കുക എന്നുള്ളത്. അതാണ് ഷാനവാസിന്റെ ആദ്യത്തെ തോൽവി എന്ന് പറയുന്നത്. ഷാനവാസ് ഈ ഗെയിം കാണാതെയാണ് ഇതിനകത്തോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഷോ എന്നൊന്നും ഷാനവാസിന് അറിയത്തില്ല. ആദ്യം തന്നെ ഷാനവാസ് വിചാരിച്ചത് ആരുടെങ്കിലും കൂടെ ഒന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനാലാണ് അനുമോളുമായിട്ടൊക്കെ ജസ്റ്റ് ഒരു ചെറിയ ഡോക്ടർമാരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു വഴക്കൊക്കെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യപ്പെടുകയും അങ്ങനെയൊക്കെ വന്നപ്പോൾ മനസ്സിലായി ഇനി അനുമോളുമായിട്ടുള്ളൊരു കോംബോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആദ്യത്തെ ഒരു വീക്ക് ഫുൾ പറഞ്ഞിട്ട് നടന്നത് അനുമോൾ എനിക്ക് പുറത്ത് വെച്ചറിയാം, നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞാൻ അനുവിനെ കാണുന്നത്, അനു എനിക്ക് അനീതിയെ പോലെയാണ് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് പുറകിലോട്ട് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതൊക്കെ തന്നെ ഷാനവാസ് പറഞ്ഞതാണ്. ആരും ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടണ്ട, ഞാനും എൻ്റെ അനീതിയും തമ്മിലുള്ള പ്രശ്നമല്ല, ഞങ്ങൾ തീർത്തോളാം, ഞാൻ അവളെ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാണ് ഡോക്ടർമാരുടെ കാര്യം, ഞാൻ വളരെ ഫണ്ണായിട്ട് ചെയ്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോളുമായിട്ടൊരു കോംബോ പിടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാനവാസിന് നെവിനെ കിട്ടുന്നത്. നെവിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടുക്കുകയും മിണ്ടുകയും സംസാരിക്കുകയും എല്ലാവരുമായിട്ട് ഒരുപാട് ഇടപഴകുകയും ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്തും അതേ രീതിയിൽ കാണിച്ചു. അപ്പോൾ ഷാനവാസ് നെവിൻ ആയിട്ടൊരു കോംബോ അവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ നെവിൻ വാക്കൗട്ട് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. ആ സമയത്ത് ഷാനവാസ് ഇത് ഓപ്പണായിട്ട് അഭിലാഷിനോട് പറയുന്നുണ്ട്. അഭിലാഷിനോട് നെവിൻ ഒനീലിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ഒരു കോംബോ പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും, ഞാൻ ഇവനെ വെച്ചിട്ടായിരുന്നു കുറച്ച് കോംബോ സീൻസൊക്കെ ആൾക്കാർക്ക് പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ കാര്യം അഭിലാഷ് ഓപ്പണായിട്ട് പറയുകയുണ്ടായിരുന്നു. ആ സംഭവം നിങ്ങൾ ഓർത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ ഒരു കോംബോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ട് അങ്ങനെ ഒരു കോർഡിനേറ്റ് ചെയ്ത് കളിക്കാൻ മാത്രമേ ഷാനവാസിന് അറിയത്തുള്ളൂ. അതാണ് അറിയത്തുള്ളൂ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അദ്ദേഹം അത് ഫോളോ ചെയ്യട്ടെ. പക്ഷെ ആ സെലക്ട് ചെയ്ത ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി നെവിനും മാറി. അതേ സമയത്തായിരുന്നു അനീഷിന്റെ എൻട്രി എന്ന് പറയുന്നത്. അനീഷിന്റെ എൻട്രി അനീഷുമായിട്ട്, അതായത് ഒരു പരുക്കൻ സ്വഭാവക്കാരനായ ഒരു വ്യക്തിയെ ജനറലൈസ് ചെയ്യുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത് എല്ലാവരുമായിട്ട് നല്ല ഒരു കൂട്ടായിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഞാനുമായിട്ടൊരു കൂട്ടായിട്ട് മാറ്റുക എന്നുള്ളൊരു ട്രാക്കാണ് പിന്നെ ഷാനവാസ് പിടിച്ചത്. അങ്ങനെ എന്ത് ചെയ്തു, അനീഷിനെ തന്നോട് ചേർക്കുക, അനീഷിന്റെ കുറേ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തി അനീഷിനെ കൊണ്ട് ഫ്രണ്ടായിട്ട് പറയിപ്പിക്കുക. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് അനീഷിനുമായിട്ട് കോംബോ ചെയ്ത് വരികയും അനുമോളെക്കാളും നെവിനേക്കാളും ഒക്കെ ഇവിടെ ഹിറ്റാവുകയും ചെയ്തു, പുറത്ത് ഹിറ്റാവുകയും ചെയ്തു. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ആ ഇടയ്ക്കാണ് ഈ ലക്ഷ്മിയുടെ പ്രശ്നം വരുന്നത്. ലക്ഷ്മി ആദില നൂറ ഇഷ്യൂ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. ആ ടൈമിലാണ് ഷാനവാസിന് മനസ്സിലായത് ആദില നൂറയ്ക്കാണ് പുറത്ത് സപ്പോർട്ടെന്ന്, ആൾക്കാർ അവരുടെ കൂടെയാണെന്നുള്ളത്. അപ്പോൾ അവരെ എന്തായത്, ഈ വീട്ടിനകത്ത് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ മസ്താനി എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരെ ഏറ്റവും കൂടുതൽ എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ രക്തബന്ധമുള്ളവരെ പോലെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് അവർക്ക് കിട്ടിയ സപ്പോർട്ട് എനിക്ക് കിട്ടും, എന്നെ ആൾക്കാർ സ്നേഹിക്കും എന്ന് മനസ്സിലാക്കി. അതായത് അവരിപ്പോഴൊന്നും പുറത്താവാൻ പോകുന്നില്ല. കാരണം അവർക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് മസ്താനി പോയത്, ലക്ഷ്മിയെ ലാലേട്ടൻ ഫയർ ചെയ്തത്. അതുകൊണ്ട്
അവരോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പം നെവിൻ കോംബോ വിട്ടു, അനിമോൾ കോംബോ വിട്ടു, അനീഷിൻ്റെ കോംബോയും വിടാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് സംഭവിച്ച കാര്യം, ഷാനവാസ് ഇത്രയധികം അനീഷിനെ സ്നേഹിച്ച് കരുതലോടുകൂടി സ്നേഹിച്ചപ്പോൾ അനീഷ് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുകയും ഷാനവാസിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തൊരു സമയമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഷാനവാസിനെ ഒരു ഫ്രണ്ടായിട്ട് മനസ്സാ വഹിച്ചു, അങ്ങനെ പറയുമല്ലോ. ആ തരത്തിൽ അനീഷ് നടക്കുന്ന സമയത്താണ് ഷാനവാസിൻ്റെ ഈ പിൻവാങ്ങൽ. എന്തിനു വേണ്ടിയായിരുന്നു? ആദില നൂറയുമായിട്ട് ഒരു പരിചയം അല്ലെങ്കിൽ ഒരു കണക്ഷൻ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അതിനെ നൈസായിട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് വന്നത്. ഈ ഇൻസിഡൻറ്റിലൂടെ ആ ഒരു ബന്ധം മുറുക്കണം എന്ന് മനസ്സിലാക്കി അത് ഒരു ബലപ്പെടുത്താൻ പോയപ്പോഴത്തേക്കും തൻ്റെ കൂട്ടുകാരനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അയാളുടെ പല വിഷയങ്ങളിലും ഇടപെടാൻ പറ്റിയില്ല, അയാൾക്ക് വേണ്ടി ഫെയറായിട്ട് നിൽക്കാൻ പറ്റിയില്ല, സൗഹൃദം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി അത് ഒന്ന് സുരക്ഷിതമായിട്ട് കാത്തു നിർത്താൻ വേണ്ടി ഒന്നും തന്നെ ഷാനവാസിന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും അനീഷിനെതിരായിട്ട് ഷാനവാസ് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളുമായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ബന്ധം ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും മണ്ടൻ കളിയാണ് ഷാനവാസ് കളിക്കുന്നത്. ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇനി എന്ത് വന്നാലും തന്നെ മാറ്റാൻ പാടില്ല. നമ്മളൊരു ഗെയിം പ്ലാനുമായിട്ട് അതിനകത്തോട്ട് പോകുമ്പോൾ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുക എന്നുള്ളതല്ലാതെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ ഗെയിം പ്ലാൻ തിരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മനസ്സിലായത്. ലാലേട്ടൻ വഴക്ക് പറയാറുണ്ട്, നല്ല കാര്യങ്ങൾ നല്ലതെന്നും വഴക്കായിട്ടുള്ള കാര്യങ്ങളെ വഴക്കൊന്നും പറയാറുണ്ട്. പക്ഷേ അതനുസരിച്ച് ബുദ്ധിപരമായി മാരാറൊക്കെ കളിച്ചതുപോലെ അങ്ങനെ ഒരു തരത്തിൽ കളിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ലാലേട്ടൻ്റെ വഴക്ക് കേട്ട് ഓക്കെ ലാലേട്ടൻ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ട് മാറാൻ നിന്നാൽ നമ്മുടെ ഗെയിം പോയി. ഇപ്പം ഇവിടെ ഷാനവാസിന് അതാണ് സംഭവിച്ചത്. അങ്ങനെ ആദിലയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ആദിലെ നൂറയായിട്ട് ഭയങ്കരമായിട്ടൊരു പെങ്ങളൂട്ടി ബോണ്ട്, ഇതെൻ്റെ പെങ്ങന്മാരാണ്, ഞാൻ നെഞ്ചിലേറ്റി നടന്നതാണ്, ഇങ്ങനെയൊക്കെ നെഞ്ചിലേറ്റിയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് കൊടുക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ സംഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിലയുമായിട്ട് അനീഷ് ശരിയാകുന്നില്ലായിരുന്നു. കാരണം ആദിലയ്ക്ക് അനീഷിനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, വീക്കെൻഡ് എപ്പിസോഡുകളിലൂടെ ആദില മനസ്സിലാക്കിയൊരു കാര്യമാണ് അനീഷിനെ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. ഇത് അവൾ ആരോടും ഷെയർ ചെയ്തില്ല. അത് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാൽ പല കാര്യങ്ങളും അനീഷിനോടും കൂടി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അതായത് പല സമയങ്ങളിലും അനീഷിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഈ ഹൗസിനകത്ത് അനീഷിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടസ്റ്റൻസ് എല്ലാവരും ചെയ്തപ്പോഴും ബിഗ് ബോസ് വന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അനീഷും ഈ വീട്ടിനകത്ത് മെമ്പർ ആണ് എന്നുള്ള രീതിയിൽ പല സംഭവങ്ങളിലും ബിഗ് ബോസ് ഇടപെട്ട് സോൾവ് ചെയ്യിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് പ്രശ്നം അനീഷിന് അല്ലെങ്കിൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞാലും വീക്കെൻഡിൽ അത് സോൾവ് ചെയ്യപ്പെടാറുണ്ട്. അനീഷ് ഓക്കെ ആണോ എന്ന് ബിഗ് ബോസ് പരിശോധിക്കാറുണ്ട്. അപ്പം അതിലൂടെ മനസ്സിലാക്കി എന്തോ ഒരു ക്ലൂ അതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഫാമിലി വരുന്നതിന് മുമ്പ് തന്നെ അനീഷിന് സപ്പോർട്ട് ഉണ്ടാകാം. എന്നാൽ അനീഷിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് അനീഷിന് നെഗറ്റീവ് ഇമേജ് വരാൻ വേണ്ടിയിട്ട് ആദില ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങി, അനീഷിന് എതിരായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, ആദില ഉദ്ദേശിച്ചിരിക്കണം ഒന്നുകിൽ അനീഷിന് എതിരായിട്ട് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അനീഷിൻ്റെ കൂടെ നടക്കുക. കൂടെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും എന്ന് വെച്ചാൽ, ഇപ്പോൾ അനുമോളുടെ കൂടെ നടക്കുമ്പോൾ അനുമോളുടെ സപ്പോർട്ടാണല്ലോ, അനുമോൾ നോമിനേഷനിൽ ഇല്ലാത്ത സമയത്ത് അനുമോളുടെ ഫാൻസ് ആണല്ലോ ആദില നൂറയും സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഫാൻ ബേസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതുപോലെ ഈ അനീഷിൻ്റെ ഒപ്പം നടക്കാൻ നോക്കുക. അപ്പോൾ ഒപ്പം നടക്കാനല്ല അവൾ ശ്രമിച്ചത്, അവളെ എതിരാവാനാണ് ശ്രമിച്ചത്. കാരണം ഒരു നായകനുണ്ടെങ്കിൽ ഒരു വില്ലൻ, ആ വില്ലനും ലാസ്റ്റ് ടൈം വരെയും പോവും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദിലേക്ക് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മാരാറാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് അങ്ങനെ ഓരോരുത്തരുണ്ടല്ലോ, ജുനൈസ്. അപ്പം ആ ഒരു തരത്തിൽ ശോഭ, അങ്ങനെ ഒരു നായകനുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ലനും ഉണ്ടായിരിക്കണം. ആ വില്ലനാണ് ഞാൻ എന്ന്, അല്ലെങ്കിൽ ആ വില്ലത്തി ആവാനുള്ളൊരു ശ്രമമായിരുന്നു കഴിഞ്ഞ സീസണിൽ ശോഭയാവാനുള്ള ശ്രമമായിരുന്നു ആദില നടത്തിയത്. കാരണം ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റ്, അതായത് 99 ഡേയ്സ് വരെയെങ്കിലും എനിക്ക്, അതായത് അനീഷ് ജയിക്കുമെങ്കിൽ അനീഷിനോടൊപ്പം സെക്കൻഡ് ലെവൽ വരെയെങ്കിലും എനിക്ക് എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് അനീഷിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പല കാര്യങ്ങളിലും അനീഷ് ചെയ്യണത് ശരിയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി ആദില അനാവശ്യമായ ചൊറിയാനും അനാവശ്യമായ പ്രശ്നങ്ങൾക്കും പോകാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അനീഷും ആദിലയും തമ്മിൽ വലിയ ഇടങ്ങേറിലായി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. എന്നിരുന്നാൽ പോലും അനീഷിൻ്റെ ഉള്ളിനകത്തില്ലായിരുന്നു ആദിലയോടുള്ള ഹെയ്റ്റ്.
അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഷാനവാസിന് ആദിലയോടൊപ്പം നിൽക്കേണ്ടി വന്നത്. പല സാഹചര്യങ്ങളിലും ആദിലയുടെയും നൂറയെയും നമ്മൾ എന്താ പറയാൻ പാടില്ല, ഒന്നും ഇതിനകത്ത് പറയാൻ പാടില്ല. സോ അത് ഷാനവാസിന്റെ ബ്രെയിനിൽ ഇങ്ങനെ തറച്ചു വെച്ചിരിക്കുമായിരുന്നു. അനീഷിനെതിരെ മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ശക്തമായി ഒരിടത്തും ഷാനവാസ് പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഷാനവാസ് ഒരു സുഹൃത്തിനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ആദിലയുടെ അടുത്ത് ശക്തമായി പ്രതികരിച്ചിട്ടില്ല. നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ആ ഒരു തരത്തിൽ സോഫ്റ്റ് ആയിട്ട് നീ എന്താ ഇങ്ങനെ നിന്റെ ദേഷ്യം കുറക്കണം കേട്ടോ, ഇങ്ങനെ അല്ല. ഇയാളൊരു കണ്ടസ്റ്റന്റ് ആണ്, മറ്റത് ഒരു എതിർ കണ്ടസ്റ്റന്റ് ആണ് ആദില. ആ കുട്ടി ഈ വീട്ടിനകത്ത് ആരോട് തെറ്റ് ചെയ്താലും ശരി അത് ചോദ്യം ചെയ്യാൻ ആ വീട്ടിനകത്തുള്ള എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് നൈസായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ശക്തമായി ചോദ്യം ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഷാനവാസ് ഇടപെട്ടിട്ടില്ല. സോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആദില നൂറ എന്നുള്ളതായിരുന്നു ഷാനവാസിന്റെ ഒരൊറ്റ തിങ്കിങ്. അനീഷ് എന്ന് പറഞ്ഞ സ്ഥാനം മാറി. പിന്നെ അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അനീഷിന് അപ്പോൾ തന്നെ അനീഷ് ചിന്തിച്ചു, ഇവൻ ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഗെയിം കളിക്കാം. അയാളുടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഷാനവാസിന്റെ തെറ്റുകൾ ശക്തമായി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ഗെയിം എന്ന് പറയുന്നത്. നിനക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ അടുത്ത് ഇല്ല, നീ ഫേക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. സോ ഞാൻ നിന്റെ തെറ്റുകളും കുറ്റങ്ങളും ശക്തമായി ഞാൻ ചൂണ്ടിക്കാണിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അനീഷ് കളിച്ചു തുടങ്ങിയത്. അനീഷ് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേപോലെയാണ്. പക്ഷെ ഷാനവാസാണ് ഈ ഒരു റൂട്ട് മാറി പൊക്കോണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗെയിം ഡൗൺ ആവാൻ കാരണം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഷാനവാസിന്റെ ഗെയിം മാത്രം എടുത്ത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ കഴിഞ്ഞ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ഷാനവാസിന് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ആദില നൂറയുടെ യഥാർത്ഥ സ്വഭാവം പല സന്ദർഭങ്ങളിലും മനസ്സിലായത്. അത് എപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില നൂറ തന്നെ അത് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഒരു അവസരം ഷാനവാസിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഷാനവാസ് മനസ്സിലാക്കത്തില്ലായിരുന്നു. അതായത് ആദില നൂറ തന്നെ ഷാനവാസിന് എതിരെ ഒരു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷാനവാസ് മനസ്സിലാക്കിയത് ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാൻ വിചാരിച്ച ഫ്രണ്ട്ഷിപ്പോ ഞാൻ വിചാരിച്ച പെങ്ങളൂട്ടി പാസമോ ഒന്നും തന്നെ ഇവർക്ക് എന്നോടില്ല എന്ന്, ഇവരും അനീഷിനെ പോലെ ഒന്നിൽ അനീഷിനേക്കാൾ ഉപരി എന്നെ ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി. അനീഷിനെ ഷാനവാസിന് ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാണ്? തൻ്റെ തെറ്റുകൾ വിളിച്ചു പറയുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ടാണ് അനീഷിനെ മാറ്റി നിന്നെ ഞാൻ തുറന്നു കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ പുറകെ കുറേ ഇറിറ്റേറ്റ് ചെയ്യും. അനീഷ് എന്തെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കാൻ വന്നാൽ പോലും സമ്മതിക്കാത്ത തരത്തിൽ ഷാനവാസ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് അനീഷിൽ നിന്ന് മാത്രമാണ്. അനീഷ് അങ്ങനെ ഒരു ക്യാരക്ടറാണ്, അവൻ എൻ്റെ അടുത്ത് മാത്രമാണ് അങ്ങനെ കാണിക്കുന്നത് എന്തും വിചാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ആദില നൂറ എന്നെ തിരിച്ച് പറയില്ല എന്ന്, ഞാൻ അത്രയും പൊന്നും കുടങ്ങളെ പോലെയാണ് കൈകളിൽ കൊണ്ട് നടക്കുന്ന, എന്നെ പറയില്ല എന്ന് ഷാനവാസ് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ തെറ്റിപ്പോയി. ആദില നൂറ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഷാനവാസിൻ്റെ നെഞ്ച് തകർന്നു പോയി. ഷാനവാസിൻ്റെ ഗെയിം മൊത്തത്തിൽ വീണുടഞ്ഞു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ ഈ ഒരു വീക്കായിട്ട് തിരിഞ്ഞ് കളിക്കാൻ തുടങ്ങി. ആ ആദില നൂറയോടുള്ള ഭയങ്കരമായ സ്നേഹം കാരണം കൊണ്ടാണ് ഫസ്റ്റ് സീക്രട്ട് ടാസ്ക് പോലും അയാൾ കുളമാക്കിയത്. അവരോട് പോയി പറയണം, എന്തും അവരോട് ഷെയർ ചെയ്യണം എന്നൊരിതായത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അവർ പറയുന്നുണ്ട്, ഇയാളല്ലേ നാണം കെട്ട് പെണ്ണുങ്ങളെ പോലെ ഞങ്ങളിരിക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് വർത്താനം പറയാൻ വരുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങളോട് കാര്യങ്ങൾ പറയാൻ വരുന്നത് എന്നൊക്കെ ആദില നൂറ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. ഷാനവാസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, ലക്ഷ്മിക്ക് സ്പേസ് കൊടുക്കരുത്, ലക്ഷ്മി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ പറയാനോ വരികയാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യരുത്, അവൾക്ക് സ്പേസ് ഈ വീട്ടിൽ കൊടുക്കരുത്, അക്ബറിനെ ഒറ്റപ്പെടുത്തുക, അക്ബറിനെ മാറ്റി നിർത്തുക, അക്ബറിന് സ്പേസ് കൊടുക്കരുത്. ഇങ്ങനെ ഷാനവാസിന് ഇഷ്ടമില്ലാത്തവരെ, ആദില നൂറയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ ഒറ്റയ്ക്ക്, അതായത് ഇവർ ഒറ്റപ്പെടുത്തി നിർത്തുക എന്ന് 3 പേരും ചേർന്നുകൊണ്ട് തീരുമാനിച്ച പല കാര്യങ്ങളും ഷാനവാസ് അന്തം വിട്ട് നിൽക്കെ ആദില നൂറ വിളിച്ചു പറയുകയാണ്. സോ അങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ദിവസം ഫുൾ ഷാനവാസ് ഡൗൺ ആയി. പിന്നീട് ചിന്തിച്ചാണ് ഷാനവാസ് ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയത്. ഇപ്പം അനീഷിൻ്റെ അടുത്ത് വലിയ വിരോധം വെച്ച് പുലർത്തുന്നില്ല, ഒരു വിരോധവും വെച്ച് പുലർത്തുന്നില്ല. പക്ഷേ ആദില നൂറയ്ക്കെതിരെയാണ് ഇപ്പോൾ ഭയങ്കരമായ വിരോധം ഉള്ളത്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ്.
ആക്ച്വലി ഇപ്പോഴാണ് ഷാനവാസ് ഗെയിം കളിക്കാൻ തുടങ്ങിയത്, ഒരു കണ്ടസ്റ്റൻ്റ് ആയത്, ഒരു ഗെയിമർ ആയത്, ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് വന്നത് ഇപ്പോഴാണ്. ഇത് ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ അനീഷിനേക്കാളും മുകളിലെത്തിയിരുന്നേനെ. കാര്യം അനീഷിൻ്റെ തന്നെ ഒരു ലൈനാണല്ലോ ഇപ്പോൾ ഷാനവാസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പക്ഷേ അനീഷിന് ഇങ്ങനെ ആ ബദ്ധശത്രുക്കളോ വൈരികളോ നെഞ്ചിനകത്തില്ല. ഷാനവാസിന് ഇപ്പോൾ ഒരു ശത്രുവുണ്ട്, ഒരു വൈരിയുണ്ട്, ഒരു വൈരാഗ്യം ഉണ്ട് ആദിലയോടും നൂറയോടും. കാരണം കൂടെ നിന്ന് ചതിച്ചു എന്നാണ് പറയുന്നത്. ഇത് തന്നെയല്ലേ അനീഷിനോട് കുറേ നാളെ ഷാനവാസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് തിരിച്ച് കിട്ടും എന്നുള്ളത്. സോ ഇങ്ങനെയാണ് ഷാനവാസിൻ്റെ ഗെയിം ഞാൻ വിലയിരുത്തുന്നത്. ഈ തരത്തിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ആദില നൂറയ്ക്ക് വിലയുണ്ട്, അവർക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചാരി നിന്നു. അനീഷിൻ്റെ അടുത്ത് കോംബോ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചാരി നിന്നു. നെവിൻ പോയപ്പോൾ അയ്യോ കോംബോ പോയെന്ന് പറഞ്ഞ് വിഷമിച്ചു. അനുമോളെ പെങ്ങളാക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചു, അനുമോളുടെ വഴിക്ക് പോയി. അപ്പോൾ ഈ തരത്തിൽ ചാരി നിന്ന് കളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇങ്ങനൊരു ഡൗൺ ഉണ്ടായത്. മാക്സിമം ഈ ഒരു ലാസ്റ്റ് വീക്കെൻഡ് വരെയും വിചാരിച്ചത് എന്താണ്, ആദില നൂറയ്ക്ക് പുറത്ത് സപ്പോർട്ടുണ്ട്, ആദില നൂറയെ ഞാൻ ചേർത്ത് പിടിച്ചാൽ പ്രേക്ഷകർ എന്നെയും അവരുടെ ഒപ്പം ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ഇവിടെ 3 പേർക്കും ഭയങ്കര വെറുപ്പാണ് പുറത്തുനിന്ന് മനസ്സിലാക്കുന്നത്. സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിനെ സംബന്ധിച്ച് ലാലേട്ടൻ കുറേ വഴക്ക് കൊടുത്തപ്പോൾ മാത്രമാണ് പ്രേക്ഷകരുടെ നില എന്ത് എന്ന്. പിന്നെ ഒരു 2 പേര് വന്ന് ഗസ്റ്റായിട്ട് വന്ന് അവരും കൂടി പറഞ്ഞ കാര്യം, നന്നായി നിന്ന ആൾക്കാർ താന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ആ പോയിന്റും കൂടി അങ്ങേര് മനസ്സിലാക്കിയിട്ടാണ് കളി മാറ്റിയത്. സോ അപ്പോൾ ഇനി ഷാനവാസിൻ്റെ ഗെയിം എങ്ങനെയാണ് പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.